സ്റ്റുഡൻസ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ്. അതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. User defined functions. User defined function means function defined by the user to fulfill their requirements. ഒരു യൂസറിൻ്റെ ആവശ്യാനുസരണം യൂസർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഫങ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ചൊരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ, അല്ലേ? മെയിൻ ഫംഗ്ഷൻ ആണ് ഒരു പ്രോഗ്രാം. C++ പ്രോഗ്രാമിൻ്റെ ഡീഫോൾട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനാണ്. ഡീഫോൾട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനാണ്. മെയിൻ ഫംഗ്ഷൻ ക്യാൻ ബി റെഫേർഡ് ആസ് ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആസ് വെൽ ആസ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനായിട്ടും പറയാം, അതുപോലെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനായിട്ടും പറയാം. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിം അതിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഏതൊരു C++ പ്രോഗ്രാമിൻ്റെയും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനാണ്. മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ മെയിൻ ഫംഗ്ഷനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നത് യൂസറാണ്. അതുകൊണ്ട് നമുക്കതിനെ യൂസർ ഡിഫൈൻഡ് എന്നും പറയാം. പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പം ദ ഡീഫോൾട്ട് ഫംഗ്ഷൻ ഇൻ എ C++ പ്രോഗ്രാം എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനാണ്. കാരണം ഏതൊരു പ്രോഗ്രാമിൻ്റെയും എക്സിക്യൂഷൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ആ മെയിൻ ഫംഗ്ഷനകത്തുള്ള അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്നാണ് ഏതൊരു പ്രോഗ്രാമിൻ്റെയും C++ പ്രോഗ്രാമിൻ്റെയും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിനകത്ത് മേ ഹാവ് വൺ ഓർ മോർ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. മെയിൻ കൂടാതെ ഒരു പ്രോഗ്രാമിനകത്ത് ഒന്നിൽ കൂടുതലോ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും വരാം, പോസിബിളാണ്. ഓക്കെ, റിക്വയർമെൻറ്റ് അനുസരിച്ച് പ്രോഗ്രാമറിന് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള മെയിൻ ഫംഗ്ഷനിൽ തുടങ്ങാം. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പ്രധാനമായിട്ട് എന്തൊക്കെ ഉണ്ടാകും? ഒരു ഫംഗ്ഷൻ ഡെഫിനിഷന് എന്തൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷന് കൺസിഡർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റ് മെയിൻ. ഇൻറ്റ് മെയിൻ ഇതിനെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്നതാണ് ഫംഗ്ഷൻ ഹെഡർ എന്നാണ് പറയുന്നത്. ഇതിന് നമ്മൾ പറയുന്നത് ഫംഗ്ഷൻ ഹെഡർ. ഫംഗ്ഷൻ ഹെഡർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഹെഡിങ് എന്നും പറയും. ഓക്കെ, ഫംഗ്ഷൻ ഹെഡർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഹെഡിങ് എന്നും പറയും. ഇതിന് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ അതിനകത്ത് വരാം? ഫംഗ്ഷൻ നെയിം, ഫംഗ്ഷൻ്റെ നെയിം വരാം. അതുപോലെ ഫംഗ്ഷൻ ഏത് ടൈപ്പാണ്, ഫംഗ്ഷൻ്റെ ടൈപ്പ് വരാം. അതുപോലെ ആർഗ്യുമെൻ്റ് ലിസ്റ്റും വരാം. ആർഗ്യുമെൻ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേസസിനകത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനെയാണ് ആർഗ്യുമെൻ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ജനറൽ ഫോം. ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ജനറൽ ഫോമാണ് ഇത്. ഓക്കെ, ഇപ്പം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം ഇൻറ്റ് മെയിൻ രണ്ട് ബ്രേസസ് നമ്മളവിടെ ഇടും, രണ്ട് പാരന്തസിസ് നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പാരന്തസ് യൂസ് ചെയ്യുന്നതിനാണ് അവിടെ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാനായിട്ടാണ് നമ്മൾ അവിടെ മെയിൻ ഫംഗ്ഷനകത്ത് ഫംഗ്ഷൻ്റെ കൂടെ ഈ പാരന്തസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പറയുന്ന പോയിന്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെയിൻ ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം ആ മെയിൻ ഫംഗ്ഷൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറൊരു പേരാണ് ഫംഗ്ഷൻ ഹെഡിങ് എന്നും പറയും. അപ്പോൾ ഫംഗ്ഷൻ ഹെഡിങ്ങിനകത്ത് എന്തൊക്കെ വരാം? ഫംഗ്ഷൻ നെയിം വരാം. ഇൻ ദിസ് കേസ് മെയിൻ ഇസ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ. ഡേറ്റ ടൈപ്പ് വരാം, ഫംഗ്ഷൻ്റെ ഡേറ്റ ടൈപ്പ് വരാം. ഫംഗ്ഷൻ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ, ഇൻറ്റ്, അതാണ് ഫംഗ്ഷൻ്റെ ഡേറ്റ ടൈപ്പ്. അതുപോലെ ആർഗ്യുമെൻ്റ് ലിസ്റ്റും വരാം. ആർഗ്യുമെൻ്റ് മീൻസ് ദ വാല്യൂ ദാറ്റ് പാസ് ടു ദി ഫംഗ്ഷൻ ഫോർ പ്രോസസ്സിങ്. നമ്മൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ആർഗ്യുമെൻറ്റ് പറയുന്ന വേറൊരു പേരാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇത് മെയിൻ ഫംഗ്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഞാനിപ്പോൾ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫെമിലിയർ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, നമ്മൾ ജനറലൈസ് ചെയ്ത് ഞാൻ ഇനി പറയാൻ പോവാണ്. ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ കുറിച്ച് ജനറലൈസ് ചെയ്ത് പറയാൻ പോവാണ്. ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ച് വെക്കണം. മെയിൻ ഫംഗ്ഷൻ കൂടാതെ ഒരു പ്രോഗ്രാമിനകത്ത് മൾട്ടിപ്പിൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് വരാം. ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഡിപ്പെൻഡ് ഓൺ ദ റിക്വയർമെൻറ്റ് ഓഫ് ദി യൂസർ. യൂസറിൻ്റെ ആവശ്യാനുസരണം യൂസറിന് എത്ര യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും ഒരു പ്രോഗ്രാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻ ഫംഗ്ഷൻ നിർബന്ധമായിട്ടും ആ പ്രോഗ്രാമിനകത്ത് ഉണ്ടായിരിക്കണം. കാരണം മെയിൻ ഫംഗ്ഷനാണ് റൂട്ട് ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ബാക്കി എല്ലാ ഫംഗ്ഷൻസിനെയും നമ്മൾ കോൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് പറയുമ്പോൾ പ്രധാനമായിട്ടും ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിന് 4 കമ്പണൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. 4 കമ്പണൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. രണ്ട്, ഫംഗ്ഷൻ ഡെഫിനിഷൻ. 3, ഫംഗ്ഷൻ കോഡ്. 4, ആർഗ്യുമെന്റ് ലിസ്റ്റ് ഓർ പാരാമീറ്റേഴ്സ്. ആർഗ്യുമെന്റ് ലിസ്റ്റ് ഓർ പാരാമീറ്റേഴ്സ്. ആർഗ്യുമെന്റ് ലിസ്റ്റ് പാരാമീറ്റേഴ്സ് ഓപ്ഷണലാണ്. ഇത് ഓപ്ഷണലാണ്. ആർഗ്യുമെന്റ് ലിസ്റ്റ് പാരാമീറ്റേഴ്സ് ഓപ്ഷനാണ്. എല്ലാ ഫംഗ്ഷൻസിനും ആർഗ്യുമെന്റ്സ് വരണമെന്നില്ല. ചില ഫംഗ്ഷൻസിന് ആർഗ്യുമെന്റ്സ് ഇല്ലാതിരിക്കാം, ചില ഫംഗ്ഷൻസ് ആർഗ്യുമെന്റ്സ് ഉണ്ടാവാം. അപ്പോൾ ഈ 4 കമ്പണൻസ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോഡ്, ആർഗ്യുമെന്റ് ലിസ്റ്റ് ഓർ പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ 4 കമ്പണൻസ് ആണ് സാധാരണഗതിയിൽ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന് അകത്ത് വരുന്നത്. ഓക്കെ, ഇനി 1 by 1 ആയിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ആണ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ കമ്പൈലറിന് പാസ് ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി ആദ്യമേ അങ്ങ് പാസ് ചെയ്യും. എന്തൊക്കെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനകത്ത് നമ്മളിപ്പോൾ എഴുതുന്ന പ്രോഗ്രാമിനകത്ത് ഇന്ന ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ നെയിം, ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ നെയിം, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ നെയിം. സെക്കൻഡ് വൺ ഈസ് ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ്, അതായത് ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ്, അതായത് ഫംഗ്ഷൻ്റെ ഡേറ്റ ടൈപ്പ്. ഫംഗ്ഷൻ്റെ ഡേറ്റ ടൈപ്പ് തന്നെ ആയിരിക്കും അതിൻ്റെ റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. റിട്ടേൺ ടൈപ്പ്. അതുപോലെ തന്നെ ഇത് നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ദി ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അതെന്ത് ടൈപ്പാണ്. മൂന്നാമത്തെ ഇൻഫർമേഷൻ. ആൻഡ് നാലാമത്തെ ഇൻഫർമേഷൻ ആക്സസിബിലിറ്റി. ആ ഫംഗ്ഷൻ എവിടെ നിന്നൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ ടു ദി കമ്പൈലർ. ഇൻഫർമേഷൻ ഓൾറെഡി കമ്പൈലർ കൊടുക്കുകയാണ്. എന്ത് ഇൻഫർമേഷനാണ് കൊടുക്കുന്നത്? ഫംഗ്ഷൻ നെയിം, നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ഫംഗ്ഷൻ്റെ നെയിം. സെക്കൻഡ് വൺ ഈസ് ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ്. തേർഡ് വൺ ഈസ് ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ദി ആർഗ്യുമെൻറ്റ് ഉണ്ടെങ്കിൽ എത്ര വാല്യൂസ് ഉണ്ട്, അതിൻ്റെ ടൈപ്പ് എന്താണ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ദ ആക്സസിബിലിറ്റി ഓഫ് ദി ഫംഗ്ഷൻ, എങ്ങനെ നമുക്ക് ഫംഗ്ഷനെ ആക്സസ് ചെയ്യാം. അപ്പം ഈ 4 കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനകത്ത് പറയുന്നത്. അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഫംഗ്ഷൻ ഇറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഇറ്റ് പാസ് ഇൻഫർമേഷൻ
to the compiler, to pass the information to the compiler. ഏതൊക്കെയാണ്? such as 1 function name, നമ്മൾ ആ പ്രോഗ്രാമിനകത്ത് എഴുതിയേക്കുന്ന യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ നെയിം, ഫംഗ്ഷൻ നെയിം. സെക്കൻഡ് വൺ ഈസ് ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ്. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്താണ്? റിട്ടേൺ ടൈപ്പ്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ്. 3 the number of arguments and its type. നാലാമത്തെ എന്ന് പറയുന്നത് ആക്സസിബിലിറ്റി. എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം. ഈ 4 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനകത്ത് വരുന്നത്. ഓക്കെ, ഫംഗ്ഷൻ നെയിം, ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ്, നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്, ആക്സസിബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് മെയിൻ ഫംഗ്ഷന് മുമ്പ് നമ്മൾ എഴുതി കൊടുക്കും എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ. അടുത്ത പറയുന്നത് ഫസ്റ്റ് component type, function prototype. Second one is function definition. Function definition. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് എന്താ നമ്മൾ എഴുതി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്തിന് യൂസ് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് പറഞ്ഞ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ? കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് പെർഫോംസ് എ പർട്ടിക്കുലർ ടാസ്ക്. അപ്പം ഇങ്ങനെ പറയാം, കൺസിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് പെർഫോംസ് എ പർട്ടിക്കുലർ ടാസ്ക്. Perform a task. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എഴുതി കൊടുക്കും, അതിനകത്ത് എഴുതി കൊടുക്കും. എന്തിനു വേണ്ടി? ഒരു പർട്ടിക്കുലർ ടാസ്ക് നമുക്ക് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് വേണ്ടി. അപ്പം ഫംഗ്ഷൻ ഡെഫിനിഷന് ഒരു ജനറൽ ഫോം ഉണ്ട്. ഫംഗ്ഷൻ ഡെഫിനിഷന് ഒരു ജനറൽ ഫോം ഉണ്ട്. അതാണ് ഡേറ്റ ടൈപ്പ്, data type, function name, argument list. Argument list, function data type, function name, argument list. Body of function. Body of function. ഇതാണ് ജനറൽ ഫോം. ഒരു ഫംഗ്ഷൻ ഡെഫിനിഷന് ജനറൽ ഫോം ഇതാണ്, അല്ലെങ്കിൽ സിൻടാക്സ് ഇതാണ്. ഡേറ്റ ടൈപ്പ് ഉണ്ടായിരിക്കും, ഫംഗ്ഷൻ നെയിം ഉണ്ടായിരിക്കും, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഓപ്ഷണലാണ്. എല്ലാ ഫംഗ്ഷനും ആർഗ്യുമെൻറ്റ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത് ബോഡി ഓഫ് ഫംഗ്ഷൻ.
നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇൻഡ് മെയിൻ, കണ്ടോ, ഇൻഡ് മെയിൻ എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ മെയിൻ. ഒരു എക്സാമ്പിളാണ് പറയുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നൊരു എക്സാമ്പിളാണ് ഇൻഡ് മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നെയിം. ഓക്കെ. ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ ഇൻഡിജർ. ഇവിടെ ആർഗ്യുമെന്റ് ലിസ്റ്റ് ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആർഗ്യുമെന്റ് ലിസ്റ്റ് ഓപ്ഷണൽ എന്നാണ് പറഞ്ഞത്. എല്ലാ ഫംഗ്ഷൻസിനും ആർഗ്യുമെന്റ് ലിസ്റ്റ് കാണണമെന്നില്ല. ചിലതിനുണ്ടാകാം, ചില ഫംഗ്ഷൻസിന് ഉണ്ടാകത്തില്ല. ഇപ്പം മെയിൻ ഫംഗ്ഷൻസിന് ആർഗ്യുമെന്റ് ലിസ്റ്റ് ഇല്ല. ഓക്കെ. ആൻഡ് ബോഡി ഓഫ് ദി ഫംഗ്ഷൻ, ഈ ബ്രേസസിനകത്ത് നമ്മൾ കൊടുക്കുന്നതാണ് ബോഡി ഓഫ് ദി ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദി ഫംഗ്ഷൻ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ഫംഗ്ഷൻ. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ ഫംഗ്ഷൻ്റെ ഡ്യൂട്ടി എന്താണ് അല്ലെങ്കിൽ ജോബ് എന്താണെന്ന് നമ്മളിവിടെ എഴുതി കൊടുക്കും. അതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. പേരിൽ തന്നെയുണ്ട്, ഡിഫൈൻ ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്ന പാർട്ടാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പൈലറിനകത്ത് കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഈ പ്രോഗ്രാമിനകത്ത് ഇന്ന ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ പേര് ഇന്നതാണ്, അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇന്നതാണ്, അതിന് ഇത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ആ ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പ് ഇന്നതൊക്കെയാണ്, ആ ഫംഗ്ഷൻ എങ്ങനെ ആക്സസ് ചെയ്യാം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതാണ് ആക്സസിബിലിറ്റി. ഓക്കെ. അപ്പോൾ 4 കാര്യങ്ങളാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനകത്തുള്ളത്. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ആ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ. അടുത്ത പറയുന്നത് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ടു കോൾ ദ ഫംഗ്ഷൻ ദാറ്റ് വി ഡിഫൈൻഡ്. നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യണം. വി ഹാവ് ടു കോൾ ദാറ്റ് ഫംഗ്ഷൻ. അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. ഒരു പ്രോഗ്രാമിനകത്ത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നെങ്കിൽ അത് ഇൻവോക്ക് ചെയ്യപ്പെടണം, എങ്കിൽ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ചുമ്മാ എഴുതി വെച്ചതുകൊണ്ട് അത് വർക്ക് ചെയ്യത്തില്ല, നമുക്ക് അതിനെ വിളിക്കണം. അതാണ് ഫംഗ്ഷൻ കോൾ. The statement that is used to call the function, അതാണ് ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ്. The statement used to call the function. ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ എഴുതി വെച്ചെന്ന് പറഞ്ഞില്ല, ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെന്റ്. അതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ്. ഫംഗ്ഷൻ നെയിം ആർഗ്യുമെന്റ് ലിസ്റ്റ്. ആർഗ്യുമെന്റ് ലിസ്റ്റ് ഓപ്ഷനാണ്, എല്ലാ ഫംഗ്ഷനും വരണമെന്നില്ല, അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ടു കോൾ ദ ഫംഗ്ഷൻ, അതാണ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ നെയിം ആർഗ്യുമെന്റ് ലിസ്റ്റ്. ഓക്കെ. അടുത്ത അത് ഞാനൊരു പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്ത പറയുന്നതാണ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ്. Okay, arguments or parameters. Arguments are values that pass to the function for processing. Arguments are values that pass to the function for processing. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പറയാം, arguments are values that pass from the calling function to the called function. ഫംഗ്ഷൻ കോളിൽ നിന്ന് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകുന്ന വാല്യൂ. ഫംഗ്ഷൻ കോളിംഗ്
values from the calling function to the called function. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കുറച്ച് വാല്യൂസ് നമ്മൾ പാസ് ചെയ്യും, ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്യും. അതിനെയാണ് ആ വാല്യൂസിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കുറച്ച് വാല്യൂസ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് വാല്യൂസ് എങ്ങോട്ട് പാസ് ചെയ്യും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്യും. അങ്ങനെയുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ആർഗ്യുമെൻറ്റ്സ് പറയാം, പാരാമീറ്റേഴ്സ് എന്നും പറയാം. ഓക്കെ, അപ്പം ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് ആർ വാല്യൂസ് passed from the calling function to the called function. Are values passed from calling function to the called function. അതിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്ത് ഫംഗ്ഷൻ കോളിനകത്ത് നമ്മൾ കുറച്ച് വാല്യൂ കൊടുക്കും, അതെങ്ങോട്ട് പാസ് ചെയ്യും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ആർഗ്യുമെൻറ്റ്സും പാരാമീറ്റേഴ്സും രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫോർമൽ ആർഗ്യുമെൻറ്റ്സും രണ്ട് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും. ഫോർമൽ ആർഗ്യുമെൻറ്റ്സും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും അത് ശ്രദ്ധിച്ചില്ല, അതിൻ്റെ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും. ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സ് യൂസ്ഡ് വിത്ത് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂസിനെയാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഫംഗ്ഷൻ കോളിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഓർ വാല്യൂസ് ആർ കോൾഡ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റിന് വേറൊരു പേരാണ് ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എഴുതാൻ പോകുന്നത് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. The variables or values, the variables or values used with the function definition. Function definition is called formal arguments. The values or the variables or values used with the function definition. അടുത്ത പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെന്റ്. ആക്ച്വൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് the variables or values used with the function call. The variables or values used with the function call. അതിനെയാണ് നമ്മൾ പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കമ്പണൻറ്റ് നോക്കി. അതിൽ ഫസ്റ്റ് വൺ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താ ചെയ്യുന്നത്? കമ്പൈൽ കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യും. എന്തൊക്കെ ഇൻഫർമേഷനാണ്? ഫംഗ്ഷൻ നെയിം, ഇറ്റ്സ് റിട്ടേൺ ടൈപ്പ്, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്, ആസ് വെൽ ആസ് ദ ആക്സസിബിലിറ്റി ഓഫ് ദി ഫംഗ്ഷൻ. സെക്കൻഡ് വൺ ഈസ് ദ ഫംഗ്ഷൻ
definition. Function definition consists of statements that perform a task. ഫംഗ്ഷൻ ഡെഫിനേഷനകത്ത് ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കോൾ ഈസ് യൂസ് ടു കോൾ ദ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ടു ഇൻവോക്ക് ദ ഫംഗ്ഷൻ. ഡിഫൈൻഡ് ഫംഗ്ഷൻ, നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫംഗ്ഷൻ കോൾ. അതുപോലെ അടുത്ത ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞത് വാല്യൂ പാസ് ഫ്രം ദി കോളിംഗ് ഫംഗ്ഷൻ ടു ദി കോൾഡ് ഫംഗ്ഷൻ. അതായത് ഫംഗ്ഷൻ കോളിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എങ്ങോട്ട് പാസ് ചെയ്യും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്യും. ആ വാല്യൂസിനെയാണ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ആർഗ്യുമെൻറ്റ്സ് തന്നെ രണ്ട് രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യും: ഫോർമൽ ആർഗ്യുമെൻറ്റ്സും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും. ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ഓർ വാല്യൂസ് യൂസ്ഡ് വിത്ത് ദി ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വാല്യൂസാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോളിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വേരിയബിൾസ് ഓർ വാല്യൂസിനെയാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിന് പറയുന്ന വേറൊരു പേരാണ് ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ്. അടുത്ത പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ടു ഗീവ്, അത് പോയിന്റ് മനസ്സിൽ വെച്ചിരുന്നു. ഇറ്റ് ഈസ് പോസിബിൾ ടു, നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് മനസ്സിൽ വെച്ചിരുന്നു. ഇറ്റ് ഈസ് പോസിബിൾ ടു ഗീവ് ഫംഗ്ഷൻ നെയിംസ് വിത്ത് ദ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. നമുക്ക് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ കൂടെ നമുക്ക് വേരിയബിൾസ് യൂസ് ചെയ്യാം. അതിനെ പറയുന്നതാണ് ഡമ്മി ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല, പക്ഷേ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ആ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, then it is called ഡമ്മി ആർഗ്യുമെൻറ്റ്സ്. The variables used with the function prototype is called ഡമ്മി ആർഗ്യുമെൻറ്റ്സ്. ഇനി പറയുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാ ഫംഗ്ഷൻ്റെയും ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആവാം എന്നാണ് പറയുന്നത്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. എല്ലാ ഫംഗ്ഷനും വാല്യൂ റിട്ടേൺ ചെയ്യത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ചില ഫംഗ്ഷൻസ് വാല്യൂ റിട്ടേൺ ചെയ്യും, ചിലത് ഫംഗ്ഷൻസ് വാല്യൂ റിട്ടേൺ ചെയ്യില്ല. ഇപ്പോൾ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു റിട്ടേൺ എ വാല്യൂ ടു ദി കോളിംഗ് ഫംഗ്ഷൻ. നമ്മൾ ഫംഗ്ഷൻ കോളിലേക്ക് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ. അതുപോലെ തന്നെ ആ പ്രോഗ്രാം കൺട്രോൾ എങ്ങോട്ട് കൊണ്ടുവെക്കണം? തിരിച്ച് ആ ഫംഗ്ഷൻ കോഡിലേക്ക് കൊണ്ടെത്തിക്കണം. ഇല്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കൺസിഡർ ഒരു ഫംഗ്ഷനാണ്. ഞാൻ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരുന്നു. ഇല്ലേ, സ്കൂളിൽ വരുന്നത് എന്താണ്? ഫംഗ്ഷൻ പഠിക്കാനാണ്. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. അല്ലേ, അപ്പം ഞാൻ സ്കൂളിൽ വന്നു തിരിച്ച് എനിക്ക് എവിടെ വരണം? ഞാൻ സ്റ്റാർട്ട് ചെയ്തെടുത്ത് വരണം, എൻ്റെ വീട്ടിൽ വരണം. അതുപോലെയാണ് ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫംഗ്ഷൻ കോള് ചെയ്തപ്പം ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണ്? ഫംഗ്ഷൻ ഇൻവോക്കായി, എന്നിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം തിരിച്ച് ആ കൺട്രോൾ തിരിച്ച് എവിടെ എത്തണം? തുടങ്ങിയത് ഫംഗ്ഷൻ കോളിലെത്തണം, ഫംഗ്ഷൻ കോളിൽ വരണം. അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്രോഗ്രാം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയറാണ്. തുടങ്ങിയ എവിടുന്ന് അവിടെ തിരിച്ച് ആ പ്രോഗ്രാം കൺട്രോൾ എത്തിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യൂസ് നമുക്ക് ഫംഗ്ഷൻ കോളിലേക്ക് പാസ് ചെയ്യണം. ഫംഗ്ഷൻ കോളിൽ നിന്ന് വാല്യൂ നമ്മൾ എങ്ങോട്ട് പാസ് ചെയ്യുന്നു? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ എല്ലാം പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ. ആ ഔട്ട്പുട്ട് നമുക്ക് ഫംഗ്ഷൻ കോഡിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനും ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺസ് എ വാല്യൂ. Returns a value to the calling function.
to the calling function. Calling function എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോൾ എന്ന് വേണമെങ്കിലും പറയാം. Calling function and transfers the program control and transfers the program control back to the calling function. Program control back to the calling function. The last statement of the function is the return statement. റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഒരു ഫംഗ്ഷൻ്റെ അകത്തുള്ള ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻസും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. തന്നെയല്ല, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ എറൈസ് ചെയ്യും, എറർ കാണിക്കും. അതുകൊണ്ട് നമ്മൾ ഫംഗ്ഷന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കണം? റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം റിട്ടേൺ a value to the calling function and transfers the program control back to the calling function. ഫംഗ്ഷൻ കോളിലേക്ക് ആ കൺട്രോൾ തിരിച്ചു കൊണ്ടുവരും. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ടൊരു പ്രോഗ്രാം എഴുതാൻ പോവാണ്. എല്ലാ പ്രോഗ്രാമിനകത്ത് നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ തുടങ്ങുന്നത്, അല്ലേ? എല്ലാ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ തുടങ്ങുകയാണ്. #include IOC. എനിക്കിവിടെ രണ്ട് ഫംഗ്ഷനുണ്ട്. sum1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്, sum2 എന്ന് പറയുന്ന ഫംഗ്ഷൻ. sum1 has no arguments ഒന്നും തന്നെ ഇല്ല. sum2 has 2 arguments of type integer. അപ്പോൾ ഞാൻ രണ്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്, sum1 sum2. ഓക്കെ, അപ്പം ഞാൻ ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമ്മളെപ്പോഴും മെയിൻ ഫംഗ്ഷന് എല്ലാ ഫംഗ്ഷൻസിനും, മെയിൻ ഫംഗ്ഷനല്ല എല്ലാ ഫംഗ്ഷൻസിനും വെളിയിലാണ് നമ്മൾ എഴുതുന്നത്. അതായത് ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതും. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയാണ്? sum1 sum2. ഓക്കെ, അപ്പോൾ നമുക്ക് വി ഹാവ് ടു ഡിഫൈൻ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ദെയർ. നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഫംഗ്ഷൻ്റെ പ്രോട്ടോടൈപ്പ് എന്തൊക്കെയുണ്ടെന്ന് ഫംഗ്ഷൻ നെയിം ഉണ്ടാവും, ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ടൈപ്പാണ്, എന്താണ് അതിൻ്റെ അത് ഫംഗ്ഷൻ്റെ ടൈപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ ടൈപ്പ് തന്നെയായിരിക്കും അതിൻ്റെ റിട്ടേൺ ടൈപ്പും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റും, എത്ര ആർഗ്യുമെൻ്റ് ഉണ്ടോ അതിൻ്റെ ടൈപ്പും നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷനുണ്ട്. അപ്പോൾ ഞാൻ എഴുതാൻ പോവാം. void sum1 ആദ്യത്തെ ഫംഗ്ഷൻ. ഇതിന് മുമ്പ് ഒരെണ്ണം കൂടെ എഴുതാം. യൂസിങ് നെയിം സ്പേസ് std. ഇത് രണ്ടും ഓൾറെഡി എല്ലാത്തിലും ഉള്ളതാണ്. അടുത്ത പറയുന്നത് നമ്മൾ എന്തോ ഉണ്ടാവുമെന്ന് പറഞ്ഞു? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ട് ഫംഗ്ഷനാണുള്ളത്. എന്താണ്? sum1 sum2. അപ്പം ഞാൻ എഴുതാൻ പോവാം. void sum1 void sum1 ആർഗ്യുമെൻ്റ് ഒന്നും തന്നെ ഇല്ല. അടുത്ത int sum2 in comma. എത്ര ആർഗ്യുമെൻ്റ് എന്തോ ഉണ്ടാകുന്ന പറഞ്ഞത്? രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്.
ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. ഇതാണ് ഈ രണ്ടാമത്തെ കാര്യം. ഇത് രണ്ടും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പാണ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പാണ്. ഓക്കെ, അത് രണ്ടും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പാണ്. എന്നിട്ട് ഇൻഡ് മെയിൻ ഫംഗ്ഷൻ ഡീഫോൾട്ട് ഫംഗ്ഷനാണ്. എല്ലാ പ്രോഗ്രാമിനകത്തും ഈ മെയിൻ ഫംഗ്ഷൻ വരാം. എന്നിട്ട് ഞാൻ പറയാം, രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇൻഡ് എക്സ് കോമ വൈ. ഇൻഡ് എക്സ് കോമ വൈ. സി ഔട്ട് enter value for x and y. Enter value for x and y. C in x y. Okay. Sum 1. ഒരു വേരിയബിൾ കൊണ്ട് വേണം കേട്ടോ. എക്സ് കോമ വൈ റിസൾട്ട്. എക്സ് കോമ വൈ റിസൾട്ട് സം 1. ഇതാണ് ഫംഗ്ഷൻ. ഞാനിവിടെ കോൾ ചെയ്ത് കോളിംഗ് ഫംഗ്ഷനാണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതുകയാണ്. റിസൾട്ട് is equal to sum 2 x comma y. X comma y. X comma y. Return 0. ഞാൻ മെയിൻ ഫംഗ്ഷൻ പറഞ്ഞില്ലേ, ഇവിടെ മെയിൻ ഫംഗ്ഷൻ അതിൻ്റെ മെയിൻ ഉണ്ടല്ലോ, ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഇൻഡ് മെയിൻ റിട്ടേൺ 0. രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, സം 1 സം 2. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഫംഗ്ഷൻ കോൾ. ഇത് ഈ സം 2 ഓഫ് എക്സ് കോമ വൈ അത് ഫംഗ്ഷൻ കോളാണ് കേട്ടോ. ഫംഗ്ഷൻ കോളാണ്. ഇതും ഈ സ്റ്റേറ്റ്മെന്റും ഈ ഡാഷ് ടൈം സ്റ്റേറ്റ്മെന്റും ഈ സ്റ്റേറ്റ്മെന്റും ഫംഗ്ഷൻ കോളാണ്. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പായി. ഇത് രണ്ട് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അടുത്ത ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ മീൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇൻഡ് മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടും ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് നമ്മൾ എഴുതി. ഫംഗ്ഷൻ കോളിനുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഫംഗ്ഷൻ വിളിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതി. പക്ഷേങ്കിൽ നമ്മൾ എഴുതിയിട്ടില്ല, അതിൻ്റെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എഴുതിയില്ല അല്ലേ. അപ്പം ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? വോയിഡ് സം 1. അപ്പം ഞാനിവിടെ എഴുതാൻ പോവാണ്. വോയിഡ് സം 1 ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്. ഇൻറ്റ് a, b, s. ഇൻറ്റ് a, b, C out enter 2 numbers. Enter 2 numbers.
C in A B. C in A B. S is equal to A plus B. S is equal to A plus B. Sorry. C out. C out. Yes. C out. Yes. Proceed. അടുത്ത ഞാൻ എഴുതാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ഡെഫിനിഷനായി, സം 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെഫിനിഷനായി സം 1. അടുത്ത ഞാൻ എഴുതാൻ പോവാണ് എന്താണ്, സം 2ൻ്റെ ഡെഫിനിഷൻ എഴുതാൻ പോവാണ്. സം 2ൻ്റെ ഡെഫിനിഷൻ എഴുതാൻ പോവാണ്. ഇൻ സം 2 in A, in the B. Int S. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. Int S S is equal to A plus B. S is equal to A plus B. Returns ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ വരണം കേട്ടോ. C out result returns 0. C out result return 0. അപ്പോൾ ഞാൻ തുടക്കം മുതൽ തുടങ്ങിയ ആദ്യം തന്നെ നമ്മൾ ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തു. ഞാൻ പറഞ്ഞു 2 ഫംഗ്ഷൻ അവിടെ ഉണ്ട്, സം 1ഉം സം 2ഉം. അതിൻ്റെ ടൈപ്പ് നമ്മളവിടെ പറഞ്ഞു, അതിൻ്റെ പ്രോട്ടോടൈപ്പ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കണം. ബിഫോർ ദ മെയിൻ ഫംഗ്ഷൻ, ബിഫോർ ഓൾ ദ ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ അല്ല, എല്ലാ ഫംഗ്ഷനേക്കാൾ ഫംഗ്ഷൻ ഡെഫിനിഷന് മുമ്പ് നമ്മൾ അതിൻ്റെ പ്രോട്ടോടൈപ്പ് പറഞ്ഞു കൊടുത്തു. വോയിഡ് സം 1 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട് ഓഫ് ടൈപ്പ് വോയിഡ്. ഒരു ആർഗ്യുമെൻറ്റും അതിന് നമ്മൾ ഇല്ല, ഒരു ആർഗ്യുമെൻറ്റ് ഇല്ല. സം 1ന് ഒരു ആർഗ്യുമെൻറ്റും ഇല്ല. പിന്നെ വേറൊരു ഫംഗ്ഷനുണ്ട് സം 2 ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. 2 ആർഗ്യുമെൻ്റ് ഉണ്ടെന്ന് കാണിക്കാൻ ഓഫ് ടൈപ്പ്. അതിൻ്റെ ടൈപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ 2 ആർഗ്യുമെൻ്റ് ഉണ്ട്, അതിൻ്റെ ടൈപ്പ് എന്താണ്, ഇൻറ്റ് ആണ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അടുത്ത ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ. ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ, മെയിൻ ആണ് ഡീഫോൾട്ട് ഫംഗ്ഷൻ. ഏതൊരു പ്രോഗ്രാമിനകത്തും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദ മെയിൻ ഫംഗ്ഷനാണ്. ഏത് C++ പ്രോഗ്രാമിലായിക്കോട്ടെ, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ഫ്രം ദി മെയിൻ പ്രോഗ്രാം, മെയിൻ ഫംഗ്ഷൻ. മെയിൻ പ്രോഗ്രാം അല്ല, മെയിൻ ഫംഗ്ഷൻ. ഇൻറ്റ് എക്സ് കോമ വൈ കോമ റിസൾട്ട്. 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എക്സും വൈയും റിസൾട്ട്. സി ഔട്ട് എൻ്റർ ദ വാല്യൂ ഫോർ എക്സ് ആൻഡ് വൈ. ഞാൻ ഔട്ട്പുട്ട് ഇവിടെ എഴുതുകയാണ്. ഇവിടെ ഞാൻ ഔട്ട്പുട്ട് എഴുതുകയാണ്. സി എൻ്റർ ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനാണ്. ഞാൻ പറഞ്ഞാണ് യൂസർ സ്ക്രീനും ഉണ്ടാവും, ഔട്ട്പുട്ട് സ്ക്രീനും ഉണ്ടാവും. യൂസർ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന, നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യുന്ന സ്ഥലമാണ് യൂസർ സ്ക്രീൻ. ഔട്ട്പുട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന സ്ക്രീനാണ് ഔട്ട്പുട്ട് സ്ക്രീൻ. അപ്പം ഔട്ട്പുട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എൻ്റർ ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് നമുക്ക് കാണിക്കണം. അപ്പം നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമ്മൾ പറഞ്ഞു കൊടുക്കണം. 5, 7. ഞാൻ 5ഉം 7 എന്ന് വാല്യൂ പറഞ്ഞു കൊടുത്തു. അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചു, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചോണം. സം 1
ഞാൻ ബ്രേസസ് കൊടുത്തു. സം 1 എന്ന് പറഞ്ഞ് ഞാൻ ബ്രേസസ് അപ്ലൈ ചെയ്തു. അപ്പോൾ ആ ബ്രേസസ് കണ്ടാലേ അപ്പോഴേ നിങ്ങൾ മനസ്സിലായിക്കോണം എന്താണ് അതൊരു ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായിക്കോണം. സം 1 ബ്രേസസ്. അപ്പം കമ്പൈലർ നോക്കും ഈ സം 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ, ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ. അതിൻ്റെ ഫംഗ്ഷൻ നെയിം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വിളിക്കുകയാണ്, നമ്മൾ ഒരാളെ വിളിക്കുന്ന പോലെ തന്നെ. ഒരാളില്ലാതെ നമുക്ക് വിളിക്കാൻ പറ്റുമോ? മാത്യു എന്നുള്ള സാർ അവിടെ ഇല്ല, അപ്പോൾ മാത്യു സാറിനെ വിളിക്കാൻ പറ്റും. അതുപോലെയാണ്. അപ്പോൾ സം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, റീഡ് ചെയ്യുമ്പോൾ കമ്പൈലർ നോക്കും ആ പ്രോഗ്രാമിനകത്ത് എവിടെയെങ്കിലും സം 1 എന്ന് പറഞ്ഞ് കിടപ്പുണ്ടോ. അപ്പോൾ നോക്കുമ്പോഴേന് ഉണ്ട്. ഇവിടെ നമ്മൾ അത് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കാണ്. സം 1 ഫംഗ്ഷൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇൻഡ് അവിടെ 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻഡ് എ ബി എസ്. ഇൻഡ് എ ബി എസ്. എൻ്റർ ദ 2 നമ്പേഴ്സ്. സി ഔട്ട് എൻ്റർ ദ 2 നമ്പേഴ്സ്. അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഔട്ട്പുട്ട് സ്ക്രീൻ ഇങ്ങനെ കാണിക്കും. അപ്പോൾ എന്താ എൻ്റർ ദ 2 നമ്പേഴ്സ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ എയ്ക്കും ബിക്കും വാല്യൂ കൊടുക്കണം. എൻ്റർ ദ 2 നമ്പേഴ്സ് നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ ആ സ്ട്രിങ് കാണിക്കും. സി ഔട്ട് സ്ട്രിങ് കാണിക്കും. വാല്യൂ കൊടുക്കണം. എന്ത് കൊടുക്കണം? 2 വാല്യൂ കൊടുക്കണം. സേ 2 എക്ക് 2 എന്നും ബിക്ക് 8 എന്നുള്ള വാല്യൂ ഞാൻ കൊടുത്തു. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. എസ് എന്ന് പറയുന്നത് സം റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു വേരിയബിളാണ് എസ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ എ പ്ലസ് ബി. അപ്പം 2 പ്ലസ് 8. എയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. 8ൻ്റെ ബിയുടെ വാല്യൂ 8. എവിടെ എത്ര ഏതിലേക്ക് സ്റ്റോർ ചെയ്യും? എസ്സിലേക്ക് സ്റ്റോർ ചെയ്യും. സി ഔട്ട് എസ്. സി ഔട്ട് എസ്. എത്ര വാല്യൂ പ്രിന്റ് ചെയ്യും? 10 എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എനിക്ക് കിട്ടി. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എനിക്ക് കിട്ടി. ഒന്നുകൂടെ പറയാം. ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് റീഡ് ചെയ്യുമ്പോൾ കമ്പൈലർ ചെക്ക് ചെയ്യും ഈ പ്രോഗ്രാമിനകത്ത് ഏതെങ്കിലും നമ്മൾ സേവ് ചെയ്യണം, കമ്പൈലൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും സം 1 എന്ന് പറയുന്ന ഏതെങ്കിലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ നോക്കുമ്പോഴേക്കുണ്ട് വോയിഡ് സം 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അതിനകത്ത് 3 വേരിയബിൾ ഉണ്ട്. എ ബി എസ്. എയും ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നമ്പർ റെപ്രസെൻറ്റ് ചെയ്യാനും എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സം റെപ്രസെൻറ്റ് ചെയ്യാനുള്ള വേരിയബിളാണ്. സി ഔട്ട് എൻ്റർ 2 നമ്പേഴ്സ്. നമ്മൾ സ്ട്രിങ്ങിനകത്ത് കൊടുക്കുന്ന എന്ത് നമുക്ക് അതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതാണ് എൻ്റർ 2 നമ്പേഴ്സ് എന്ന് നമ്മൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ നമ്മൾ 2 നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മളാണ് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത്. യൂസറാണ് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു 2ഉം 8ഉം. 2ഉം 8ഉം. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അത് ആ സ്റ്റേറ്റ്മെൻറ്റ് മീൻ ചെയ്യുന്നതാണ് എയും ബിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം എസ്സിലേക്ക് സ്റ്റോർ ചെയ്യാൻ. അപ്പം 2 + 8 = 10. അത് എവിടെ സ്റ്റോർ ചെയ്യും? എസ്സിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്തോ സംഭവിക്കും? സി ഔട്ട് എസ്. എസ് എന്നുള്ള വാല്യൂ ഔട്ട് ചെയ്യും. എസിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആവും. അത് നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ലാസ്റ്റ് ഫംഗ്ഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും പറയുന്നതെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഫംഗ്ഷൻ ഞാൻ എഴുതിയപ്പോൾ ഇവിടെ തീരുകയാണ്. ഈ ഫംഗ്ഷൻ ഇവിടെ തീരുകയാണ്. ഇത് രണ്ടാമത്തെ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഇവിടെ എഴുതിയപ്പോൾ ഞാൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ഫംഗ്ഷൻ അവിടെ കൊടുത്തില്ല. കാരണം ഈ ഫംഗ്ഷൻ്റെ ടൈപ്പ് എന്താണ്? വോയിഡാണ്. ഒരു ഫംഗ്ഷൻ്റെ ടൈപ്പ് വോയിഡ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ഫംഗ്ഷൻ കൊടുക്കേണ്ട കാര്യം ഇല്ല. വോയിഡ് ആണ് ആ ഫംഗ്ഷൻ്റെ ഡേറ്റ ടൈപ്പ്. കണ്ടോ? ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡേറ്റ ടൈപ്പ്, ഫംഗ്ഷൻ്റെ കൂടെ വരുന്ന ടൈപ്പാണ് അതിൻ്റെ റിട്ടേൺ ടൈപ്പ്. വോയിഡ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എല്ലാ ഫംഗ്ഷൻസും വാല്യൂ റിട്ടേൺ ചെയ്യണമെന്ന് ഇല്ല. അതാണ് പറയുന്ന പോയിന്റ്. ഞാൻ ഫംഗ്ഷൻ സം 1 എന്ന് പറയുന്നതിൻ്റെ ടൈപ്പ് റിട്ടേൺ ടൈപ്പ് എന്തായിട്ടാണ് കൊടുത്തത്? വോയിഡ് ആയിട്ടാണ് കൊടുത്തത്. അതുകൊണ്ടാണ് നമുക്കവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യം വരുന്നില്ല. കാരണം ഫംഗ്ഷൻ കോഡിലേക്ക് വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. വോയിഡ് മീൻസ് എംപ്റ്റി അർത്ഥം. ഓക്കെ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് റിസൾട്ട് ഈസ് ഈക്വൽ ടു സം 2 ഓഫ് എക്സ് കോമ വൈ. അടുത്ത ഫംഗ്ഷൻ നമ്മൾ നോക്കുമ്പോൾ
അപ്പം കമ്പയർ നോക്കും, സം 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാ? ഇൻറ്റ് സം ടു ഓഫ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? സം 2 ഓഫ് എക്സ് കോമ വൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സ് കോമ വൈ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? എക്സ് കോമ വൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി 2 വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 5ഉം 7. അത് ആർക്ക് അസൈൻ ചെയ്യും? എക്സിന് വൈ 5 എന്നും വൈക്ക് 7 എന്നും വാല്യൂ കൊടുക്കും. എക്സിൻ്റെ വാല്യൂ 5ഉം 7, വൈയുടെ വാല്യൂ 7. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്, ആ ഫംഗ്ഷനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വിളിക്കുമ്പോഴേക്കും എക്സിന് 5ഉം വൈക്ക് 7. എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ആർക്ക് പാസ് ചെയ്യും? എക്ക് പാസ് ചെയ്യും. വൈയുടെ വാല്യൂ ബിക്കും പാസ് ചെയ്യും. അപ്പം എയുടെ വാല്യൂ എത്രയായി? 5, ബിയുടെ വാല്യൂ 7. ഇതാണ് ഫംഗ്ഷൻ കോളാണ്. ഇത് ഫംഗ്ഷൻ കോളാണ്, ഫംഗ്ഷനെ വിളിക്കുകയാണ്. അപ്പം ഈ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആണ്. ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആണ്. കാരണം ഫംഗ്ഷൻ കോളിൽ കിടക്കുന്ന ആർഗ്യുമെൻ്റ് ആണ് ആക്ച്വൽ ആർഗ്യുമെൻ്റ്. ഇറ്റ്സ് എ ഫംഗ്ഷൻ കോൾ. ആ ഫംഗ്ഷനെ വിളിക്കുകയാണ്. സം 2 എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫംഗ്ഷനകത്ത് കിടക്കുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വിളിക്കും സം 2 ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ എക്സിനും വൈക്ക് നമ്മൾ ഓൾറെഡി വാല്യൂ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, 5ഉം 7. ഇൻറ്റ് എക്സ് സമ്മ് കാണിക്കാനായിട്ട് എസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ എത്ര? 5 + 7. 5 + 7 ഈസ് ഈക്വൽ ടു 18 + 12 ഈസ് ഈക്വൽ ടു 12. അത് എവിടെ സ്റ്റോർ ചെയ്യും? എസ് സ്റ്റോർ ചെയ്യും. നിങ്ങൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചോളാം. റിട്ടേൺ യെസ്. അവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സം 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് ടൈപ്പ് ഇൻറ്റീജറാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓഫ് ടൈപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റീജർ ടൈപ്പ് ആയതാണ്. പിന്നെ വോയിഡ് അല്ലാത്ത മിക്കവാറുള്ള ഏത് റിട്ടേൺ ഫംഗ്ഷൻ്റെയും ടൈപ്പ് വോയിഡ് അല്ലാതെ വരുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ റിട്ടേൺ വാല്യൂ നമ്മൾ കൊടുത്തിരിക്കണം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. അത് ഇൻറ്റിജർ നമ്മളൊരു ഫംഗ്ഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ റിട്ടേൺ യെസ്. അപ്പോൾ എന്ത് റിട്ടേൺ ചെയ്യും? 12 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. ആർക്ക് റിട്ടേൺ ചെയ്യും? ഈ സം 2 ഓഫ് എക്സ് കോമ വൈ എന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് 12 എന്നുള്ള വാല്യൂ വരും. അത് എവിടെ സ്റ്റോർ ചെയ്യും? റിസൾട്ടിൽ സ്റ്റോർ ചെയ്യും. സി ഔട്ട് റിസൾട്ട് എന്താ സംഭവിക്കും? 12 എന്ന് പ്രിന്റ് ചെയ്യും. ഒന്നുകൂടെ പറയാം. സം 2 എക്സ് കോമ വൈ എന്ന് നമ്മൾ വിളിച്ചു. ഇറ്റ്സ് എ ഫംഗ്ഷൻ കോൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി 2 വാല്യൂ നമ്മളവിടെ എക്സിനും വൈക്കും വാല്യൂ കൊടുത്തിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ 5ഉം വൈയുടെ വാല്യൂ 7. വിളിക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ ആർക്ക് പാസ് ചെയ്യും? എയ്ക്കും വൈയുടെ വാല്യൂ ബിക്കും പാസ് ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 7. ഇനി ഞാൻ വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എസ് ഓഫ് ടൈപ്പ് ഇൻറ്റിജർ ദാറ്റ് ഷോസ് ദ സം ഓഫ് എ പ്ലസ് ബി. എ പ്ലസ് ബിയുടെ സം സ്റ്റോർ ചെയ്യാനാണ് എസ് എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. എക്സിലേക്ക് എയും ബിയും നമ്മൾ ആഡ് ചെയ്യാൻ പറയുന്നു. ആഡ് ചെയ്യുമ്പോഴേക്കും 5 + 7 എന്തോ സംഭവിക്കും? 12 എന്നുള്ള വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യും? എസിലേക്ക് സ്റ്റോർ ചെയ്യും. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളവിടെ പറയുന്ന റിട്ടേൺ എസ് എന്നാണ്. റിട്ടേൺ എസ് എന്ന് പറയാൻ കാര്യം എന്താണ്? നമ്മൾ സം 2 എന്ന് പറയുന്ന പർട്ടിക്കുലർ ഫംഗ്ഷൻ ഓഫ് ടൈപ്പ് ഇൻറ്റിജറാണ്. നമ്മൾ വോയിഡ് അല്ലാതെ ഏത് ഡേറ്റ ടൈപ്പാണ് നമ്മൾ ഫംഗ്ഷൻ നെയിമിൻ്റെ കൂടെ കൊടുത്തെങ്കിലും മിക്കവാറും എല്ലാം തന്നെ അവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അവിടെ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ എറർ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ റിട്ടേൺ എസിൻ്റെ വാല്യൂ എത്രയാണ്? 12 ആണ്. അത് റിട്ടേൺ ചെയ്യാൻ പറയുന്നു. റിട്ടേൺ ചെയ്യുക മീൻസ് എന്താണ് മീൻ ചെയ്യുന്നത്? ആ വാല്യൂ എങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നു? ഫംഗ്ഷൻ കോളിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത്. എവിടെ വിളിച്ചോ ആ ഫംഗ്ഷൻ എവിടെ നമ്മൾ വിളിച്ചത്? ഇവിടെ നിന്നാണ് വിളിച്ചത്. ഈ ഫംഗ്ഷൻ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഫംഗ്ഷൻ കോളിലേക്ക് കൊണ്ടുവരാൻ പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് എന്ത് കൊണ്ടുവരും? 12 എന്നുള്ള വാല്യൂ കൊണ്ടുവരും. അത് എവിടെ സ്റ്റോർ ചെയ്യും? റിസൾട്ടിൽ സ്റ്റോർ ചെയ്യും. സി ഔട്ട് റിസൾട്ട്.
ഓക്കെ, ഇതാണ് ഫങ്ഷൻ, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ നമ്മൾ റിട്ടേൺ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ 0 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? മെയിൻ ഫംഗ്ഷൻ ഓഫ് ടൈപ്പ് ഇൻറ്റീജറാണ്. മെയിൻ ഫംഗ്ഷൻ ഓഫ് ടൈപ്പ് ഇൻറ്റീജറാണ്. അതുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ 0 എന്ന് ഇവിടെ കൊടുക്കാൻ കാര്യം. ഇവിടെ വോയിഡ് മെയിൻ ആയിരുന്നു, നമ്മൾ റിട്ടേൺ കൊടുത്തില്ലെങ്കിലും വിഷയമില്ല. ചില കമ്പൈൽസിൽ കാണിക്കും. എല്ലാം കമ്പൈലർ ഡിപ്പെൻഡബിൾ ആണ്. ഓക്കെ, വോയിഡ് അല്ലാതെ ഏത് ഡേറ്റ ടൈപ്പും ഫംഗ്ഷൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിരിക്കണം. അടുത്ത ഇനി പറയുന്നത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ക്ലിയർ ആയി ഞാൻ കരുതുന്നു കേട്ടോ. 2-3 തവണ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്കൊരു പുതിയൊരു കാര്യമായതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാവും. 2-3 തവണ ഈ ലെക്ചർ നോട്ട് വെച്ച് കണ്ടു നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആദ്യം എഴുതിയെടുത്ത് നോക്കിയിട്ട് അത് 2-3 തവണ ഈ ലെക്ചർ നോട്ട് കാണുക, എങ്കിൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇനിഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഇനിഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് വിച്ച് അലൗ ദ പ്രോഗ്രാമർ ടു കോൾ എ ഫംഗ്ഷൻ വിത്ത് എ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇറ്റ്സ് എ ഇനിഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ കൂടെയാണ് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിന് നമുക്ക് ഇറ്റ് ഈസ് പോസിബിൾ ടു ഇനിഷ്യലൈസ് ദാറ്റ്. നമുക്കതിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം ആ ഇനിഷ്യലൈസ്ഡ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെയാണ് നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനിഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആർ കോൾഡ് default argument which allow the programmer to call a function with a different number of arguments. The initialized arguments formal arguments initialized formal arguments are called default function. Default argument. Initialized arguments are called default. Initialized formal arguments are called default arguments. ഇത് നമുക്ക് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമർക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് യൂസ് ചെയ്ത ആ പ്രോഗ്രാമറിനെ കോൾ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ഈ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്ട് ഒരു ചെറിയ കോഡ് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത് എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകും. ഓക്കെ, ദി ഇനിഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെന്റ്സ് ആർ കോൾഡ് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. ഫംഗ്ഷൻ ഡെഫിനിഷനും ഫംഗ്ഷൻ കോളും, വേറെ ഒന്നും ഞാൻ എഴുതുന്നില്ല. ലോങ് ts ഫംഗ്ഷന്റെ പേരാണ് ലോങ് ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. ആ ഡെഫിനിഷനാണ് എഴുതുന്നത്. യെസ് int h int m is equal to 0 int s is equal to 0. Long s is equal to h into
600 plus m into 60 plus s. SEC return second. സെക്കൻഡ്സിലാക്കാനാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, സെക്കൻഡ്സിലാക്കാനാണ്. ലോങ് S1 is equal to TS of 2, 10, 40. S2 is equal to TS of 1, 30. S3 ലോങ് ഉണ്ട്, എല്ലാ ലോങ് ഉണ്ട്, ലോങ് S3 is equal to TS of 3. അപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് TS ഓഫ് ടൈപ്പ് ലോങ് 3 ആർഗ്യുമെൻ്റ് ഉണ്ട്. H, M, S ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. ഇത് ഞാൻ അതിന് സെക്കൻഡ് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് സെക്കൻഡിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതിനോടാണ് ലോങ് സെക്ക് മീൻസ് സെക്കൻഡ് എന്ന് പറയുന്ന വേരിയബിൾ. സെക്കൻഡ് നമുക്ക് ഡിസ്പ്ലേ സ്റ്റോർ ചെയ്യാനുള്ള ഒരു വേരിയബിളാണ് സെക്ക് ഓഫ് ടൈപ്പ് ലോങ്. ഈസ് ഈക്വൽ ടു H ഇൻറ്റു 3600 പ്ലസ് M ഇൻറ്റു 60 പ്ലസ് എക്സ്. H ഇൻറ്റു 3600 പ്ലസ് M ഇൻറ്റു 60 പ്ലസ് എസ്. റിട്ടേൺ സെക്ക്. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചോണം, എല്ലാം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ വിളിക്കുകയാണ്, ഇത് ഫംഗ്ഷൻ കോഡാണ്, ഇതെല്ലാം ഫംഗ്ഷൻ കോഡാണ്, ഇത് ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഞാൻ വിളിക്കുകയാണ് S1 ഈക്വൽ TS ഓഫ് 2, 10, 40. 2, 10, 40 വിളിക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിൻ്റെ എന്താ സംഭവിക്കുക, എച്ചിൻ്റെ വാല്യൂ എന്താ 2 വസിച്ച്. എമ്മിൻ്റെ വാല്യൂ ഇവിടെ എന്താണ് 0 ആണ്. എമ്മിൻ്റെ വാല്യൂ ഡീഫോൾട്ട് വാല്യൂ 0 ആണ്. അതുപോലെ എസിൻ്റെ ഡീഫോൾട്ട് വാല്യൂ 0 ആണ്. അതായത് ഡീഫോൾട്ട് നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് ആണ്, നമ്മൾ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷെ നമ്മളിവിടെ വിളിക്കുമ്പോൾ വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, എമ്മിന് വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താവും 10, എസിൻ്റെ വാല്യൂ എന്താവും 40. അപ്പം 2 ഇൻറ്റു 3600 പ്ലസ് 10 ഇൻറ്റു 60 പ്ലസ് 40. 2 ഇൻറ്റു 3600 പ്ലസ് എം എന്ന് പറയുന്ന 10 ഇൻറ്റു 60 പ്ലസ് 40. എന്താണോ വാല്യൂ അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ കോൾ ശ്രദ്ധിച്ചു. TS 1, 30. അവിടെ എച്ചിൻ്റെ വാല്യൂ 1 ആണ്. ഈ ഓർഡറിൽ തന്നെയാണ് ആർഗ്യുമെന്റ് വാല്യൂ. ഈ കോള് നമ്മൾ വാല്യൂ പാസ് ചെയ്യുമ്പോഴും ആ ആർഗ്യുമെന്റ് ഓർഡറിൽ തന്നെയാണ് അതിന് വാല്യൂ പാസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം അവർ എച്ചിനെ പോകത്തുള്ളൂ, അത് കഴിഞ്ഞ് മിനിറ്റിന്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പോകത്തുള്ളൂ. എം പിന്നെ 30 പാസ്. പിന്നെ വാല്യൂ വല്ലതും പാസ് ചെയ്യാൻ കിടപ്പുണ്ടോ? ഇല്ല. അപ്പം ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡീഫോൾട്ട് ആർഗ്യുമെന്റ് വാല്യൂ എടുക്കും. ഇതാണ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇല്ലേ? ഇതാണ് ഡീഫോൾട്ട് ആർഗ്യുമെന്റ്. ഡീഫോൾട്ട് ആർഗ്യുമെന്റ് ഓൾറെഡി നമ്മൾ അതിനകത്ത് ആ ഡെഫിനിഷനകത്ത് വാല്യൂ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇനിഷ്യലൈസ് ചെയ്തേക്കാണ്. അപ്പോൾ എന്തോ സംഭവിക്കും, എസിൻ്റെ വാല്യൂ 0 ആയിട്ട്. അപ്പം 1 ഇൻറ്റു 3600 പ്ലസ് 30 ഇൻറ്റു 60 പ്ലസ് 0. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത TS ഓഫ് 3 എന്ന് പറയുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്, ഈ സ്റ്റേറ്റ്മെന്റ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ഇൻവോക്ക് ചെയ്യുക ചെയ്യുന്നത്. എച്ചിൻ്റെ വാല്യൂ എന്താണ് 3 ആണ്. ബാക്കി എമ്മിനും എസിനും വാല്യൂ നമ്മളിവിടെ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ലാത്തത് കൊണ്ട് എന്താ സംഭവിക്കും, അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ അത് എടുക്കും. അപ്പോൾ എന്താ സംഭവിക്കും, എമ്മിന് 0, എസിനും 0, എമ്മിനും 0, എസിനും 0.
അപ്പം 3 ഇൻറ്റു 3600 പ്ലസ് 0 പ്ലസ് 0 ഇൻറ്റു 60 പ്ലസ് 0. അതാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്. നമ്മൾ ഫംഗ്ഷൻ കോളിൽ വാല്യൂ ഒന്നും പാസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ എടുക്കും. അപ്പം നമ്മൾ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ആർഗ്യുമെൻറ്റിന് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫംഗ്ഷൻ കോളിൽ കറസ്പോണ്ടിങ് ആർഗ്യുമെൻറ്റ്സിന് വാല്യൂ ഒന്നും നമ്മൾ പാസ് ചെയ്തില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ കിടക്കുന്നത് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നത് എപ്പോഴും റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കണം. റൈറ്റിൽ നിന്ന് കൊടുത്തു വരണം. ആർഗ്യുമെൻറ്റ്സിൻ്റെ റൈറ്റിൽ നിന്ന് കൊടുത്തു വരണം. ആദ്യം എസിന് വാല്യൂ കൊടുത്തതിന് ശേഷം മാത്രമേ എമ്മിന് വാല്യൂ കൊടുക്കാവൂ. എമ്മിന് വാല്യൂ കൊടുത്തതിന് ശേഷം മാത്രമേ എച്ചിന് വാല്യൂ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ. എച്ചിന് ആദ്യം വാല്യൂ കൊടുക്കുക, പിന്നെ എമ്മിന് വാല്യൂ കൊടുക്കുക, പിന്നെ എസിന് വാല്യൂ കൊടുക്കുക. അത് തെറ്റാണ്, എററാണ്. നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടത്തില്ല. എവിടുന്ന് നമ്മൾ എപ്പോഴും ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ? ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ആർഗ്യുമെൻറ്റ് ലെസ് ടു ദ റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇട്ടിട്ട് വരണം. എസിന് നമ്മൾ അസൈൻ ചെയ്തതിന് ശേഷം എമ്മിന് അസൈൻ ചെയ്യണം. എമ്മിന് അസൈൻ ചെയ്തതിന് ശേഷം എച്ചിന് അസൈൻ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഓർഡറിൽ തന്നെ അസൈൻ ചെയ്യണം. ഇടയ്ക്ക് ഒന്നും കൊണ്ടിട്ട് അസൈൻ ചെയ്ത് കളയല്. അപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, പക്ഷേ ഔട്ട്പുട്ട് തെറ്റായിരിക്കും. ചിലപ്പോൾ ഔട്ട്പുട്ട് കിട്ടാം. അപ്പോൾ പക്ഷേ ഔട്ട്പുട്ട് നമുക്ക് ആക്ച്വൽ ഔട്ട്പുട്ട് ആയിരിക്കും, റൈറ്റ് ഔട്ട്പുട്ട് ആയിരിക്കത്തില്ല കിട്ടുന്നത്. ഇതാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ തന്നെ നമ്മൾ അതിൻ്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യും. അപ്പോൾ നമ്മളെ കറസ്പോണ്ടിങ് ആർഗ്യുമെൻറ്റിന് വാല്യൂ കൊടുത്തില്ലെങ്കിൽ, ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാല്യൂ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ ഡീഫോൾട്ട് വാല്യൂ എന്താണോ അത് എടുക്കും, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ്. ഇത് ഇനിഷ്യലൈസ്ഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡീഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ സോഴ്സ് വാല്യൂസ് യൂസ്ഡ് വിത്ത് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. വേരിയബിൾസ് ഓർ വാല്യൂസ് യൂസ്ഡ് വിത്ത് ദ ഫംഗ്ഷൻ കോൾ. മാറിപ്പോകരുത്, എല്ലാവർക്കും മാറുന്നതാണ് ഫംഗ്ഷൻ ഫോർമൽ ആർഗ്യുമെൻറ്റ്സും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും. ഫംഗ്ഷൻ കോളിൻ്റെ കൂടെ ഇരിക്കുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റ്സ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ കൂടെ ഇരിക്കുന്നത് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഇത് നമുക്ക് ആവശ്യമാണ്, ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പോയിന്റ് എപ്പോഴും മനസ്സിരിക്കണം. കാരണം നമ്മളിപ്പം ഫംഗ്ഷൻ കോൾ ബൈ റെഫറൻസ്, കോൾ ബൈ വാല്യൂ അടുത്ത സെക്ഷനിൽ നമ്മൾ നോക്കും. അപ്പോൾ നമ്മൾ ഈ ഫോർമൽ ആർഗ്യുമെൻറ്റ്സും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, ഈ സെക്ഷൻ ഇവിടെ തീരുകയാണ്.